ഇപ്പോഴെല്ലാരും പുരോഗമനമായപ്പോഴത്തേക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അമ്മൂമ്മക്ക് തലയിൽ തേക്കണ്ടായിരുന്നോ? അത് ഞാൻ ശകലം കഴിഞ്ഞിട്ട് തേച്ചോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ ഹെയർ കെയർ വീഡിയോ കേട്ടോ. അപ്പം നമ്മൾ തനുവിനെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഇല, ചെമ്പരത്തിയിലൊക്കെ പറിക്കണം. നമ്മുടെ വീട്ടിൽ അതില്ല. അപ്പൊ ആദ്യം ഇവളെ കൊണ്ട് അംഗനവാടി വിടണം. അംഗനവാടി പോണ്ടായോ? അപ്പം കൊണ്ടുവിടട്ടെ കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ അംഗനവാടി പോകുന്നത്. അച്ഛൻ വന്നതിൻ്റെയും പിന്നാണെങ്കിൽ അവൾക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കത്തെ ദിവസമൊന്നും അംഗനവാടി വിടാത്തതുകൊണ്ട് അവൾക്ക് നല്ല മടിയായിരുന്നു കേട്ടോ ഇന്ന് പോകാൻ. പക്ഷെ എങ്കിലും അങ്ങ് പോയി. അപ്പം നമ്മളിവിടെ കൊണ്ടുവിട്ടിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇല പറിക്കാൻ പോകണം. നമ്മളുടെ വീട്ടിൽ ഈ ഇലകളൊന്നും ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം പറിച്ചു കളഞ്ഞിട്ട് അച്ഛൻ ഇപ്പം കൃഷി വെച്ച്. പേരയില വീട്ടിലുണ്ട് കേട്ടോ, പക്ഷെ അതൊന്ന് ഉയരത്തിൽ നിൽക്കുവായതുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പേരയിലയുടെ ഗുണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയെല്ലാം പറിച്ച് ഞാനും വീട്ടിൽ പോകാം. താളി മാത്രമല്ല, താളി എന്ന് പറയുമ്പോൾ നമ്മൾ ചെമ്പരത്തിയും പൂവും വെച്ചിട്ടല്ല താളി ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് പായ്ക്ക് രൂപത്തിലാണ് നമ്മൾ തല തേക്കുന്നത്. അതിന് മുമ്പ് എൻ്റെ തലയിൽ ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ തല നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഓയിൽ തേച്ച് 15 മിനിറ്റിന് ശേഷമേ ഇത് തേക്കുന്നുള്ളൂ കേട്ടോ. ഓയിൽ തേക്കും. അപ്പൊ നമ്മുടെ ഇലയെല്ലാം അമ്മൂമ്മ എൻ്റെ ഇറുക്കുക കേട്ടോ. കൊറേ കിട്ടിയായിരുന്നല്ലോ. ഇത് അമ്മൂമ്മയുടെ സ്പെഷ്യൽ താളിയാണ്. സ്പെഷ്യൽ താളി വിത്ത് പായ്ക്ക് അല്ലേ അമ്മൂമ്മ? സ്പെഷ്യൽ താളി. കർട്ടാർവാടി, ചെമ്പരത്തിയില, തുളസിയില എല്ലാം വിട്ട് നമ്മൾ കട്ടാർവാഴയുടെ അതിൻ്റെ മുള്ള് ചെത്തിക്കളയുകയാണ്. ചെത്തിക്കളഞ്ഞിട്ട് ഇപ്പോഴല്ലയോ ഈ ഷാമ്പു ഒക്കെ തലയിൽ തേക്കുന്നത്. പണ്ടത്തെ കാലത്ത്, ഞങ്ങളെയൊക്കെ കാലത്ത് ഈ ചെമ്പരത്തിയില, കറ്റാർവാഴ, തുളസിയില ഇതെല്ലാം കൂടിയിട്ട് ഞെരടി പിഴിഞ്ഞ് അരയ്ക്കുമല്ല, അന്ന് ഞെരടി പിഴിഞ്ഞ് നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ അതിൻ്റെ കൊന്തരിച്ച് കളഞ്ഞാണ് തലയിൽ തേക്കുന്നത്. ഇപ്പോഴെല്ലാവരും പുരോഗമനമായപ്പോഴത്തേക്ക് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ഞാൻ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് സ്കാൽപ്പിലൊക്കെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഇതായിട്ട് വരുന്നുണ്ടല്ലേ അമ്മ? നല്ലതുപോലെ നല്ല കൊഴുപ്പ്. നല്ലപോലെ പതഞ്ഞു. അപ്പം അമ്മൂമ്മ അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ പിഴിയുക. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഇത്രയും മതി പിഴിഞ്ഞത്. താളിയായിട്ടുണ്ടോ? ആ, താളിയായിട്ട്. കറ്റാർവാഴ ഇങ്ങനെ ചെല്ലെടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം പരട്ടുമല്ല, ഇത് നല്ല ഭംഗി. അത് നമുക്ക് ഇതിനകത്ത് കരിക്കുന്നു. നല്ല നല്ല താളി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ 2-3 പേരുടെ തല പെട്ടാനുള്ള കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ പിഴിഞ്ഞെടുത്ത താളി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കൊഴുപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തല
ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം കുളിച്ച് ഇനിയിപ്പം കഴിക്കാൻ പോവാണ്. കഴിച്ചോ? കഴിച്ചു മോളെ. അമ്മൂമ്മക്ക് തലേ തേക്കണ്ടായിരുന്നോ? അത് ഞാൻ ശകലം കഴിഞ്ഞിട്ട് തേച്ചോ. കഴിക്കാൻ ചോറും രസവും ഓമയ്ക്കാത്തോരനും മത്തി വറുത്തതും മത്തി പച്ച അരച്ചതും നാരങ്ങാച്ചാറുമാണേ. ഇവിടെ സിറ്റൗട്ട് ചെയ്തിരുന്ന ആഹാരം കഴിക്കുന്ന ഇഷ്ടം. എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, കഴിച്ചിട്ട് കിടക്കും, ചിലപ്പോൾ ഉറങ്ങും. പിന്നെ തനു ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നന്നൂസ് നല്ല ഉറക്കമാണ് കേട്ടോ. ഇനിയിപ്പം ഞാനും കിടന്നുറങ്ങാൻ പോവാം. പിന്നെ ചോറുണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ചോറുണ്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് തിന്നണം. അപ്പോൾ ഉറക്കമൊക്കെ എന്നിട്ടിട്ട് അവളെ ഞാനാട്ടോ ഇന്ന് അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ പോയത്. സാധാരണ ഇന്ന് അമ്മയാണ് വിളിക്കാൻ പോയത്. അപ്പം ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാനങ്ങനെ വിളിക്കാൻ ചെല്ലുന്നില്ലല്ലോ. അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കല്ല കേട്ടോ. തനുവിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.